ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ നൂർജഹാൻ എൻട്രൻസ് പാസ്സായി എന്നുള്ള സന്തോഷ വാർത്ത ഉപ്പയോട് പറയുമ്പോ അനൂപിനെ നോക്കണേ. സന്തോഷം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനാവാതെ നിക്കണേ. ബാപ്പയ്ക്ക് അറിയായിരുന്നു മോൾ അതിൽ പാസ്സാകുന്നേ. ശേഷം നൂർജഹാൻ അനൂപിനെ പരിചയപ്പെടുത്തണേ. ഉപ്പ ഒന്നും സംസാരിക്കാതെ, നസീർ നിന്നെ വിളിച്ചിരുന്നോ? നീ എന്താ അവരുടെ കൂടെ പോവാഞ്ഞത്? അത് ബാപ്പച്ചി റോഡിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക വായ തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോ ഇക്കൊന്നും പറയാതെ അകത്തേക്ക് കയറി പോകും നൂർജഹാൻ. അനൂപിനോട് അകത്ത് കയറി ഇരിക്കാൻ പറയും ചായ കുടിക്കാനായിട്ട്. ഒന്നും വേണ്ട, കയറി ഇരിക്കാൻ അനൂപേ എന്ന് പറഞ്ഞ് നൂറ് അകത്തേക്ക് കയറി പോവണേ. അനൂപിന് അകത്ത് കയറാൻ നല്ല മടിയുണ്ടേ. അങ്ങനെ വരാന്തയിൽ നിൽക്കുകയാണ് അനൂപ്. ഈ സമയം നൂറ് ഉപ്പയുടെ അടുത്ത് പോയിട്ട് കാര്യം തിരക്കണേ. എന്തു പറ്റി? എന്താ അനൂപിനോടൊന്നും വേണ്ടാതെ അകത്തേക്ക് കയറി പോന്നേ? എന്തായാലും പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ കാര്യം? അപ്പൊ ഇക്കവറി മോളെ നിസിർ വന്ന് പറഞ്ഞപ്പോ അത് അവന്റെ തോന്നലാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ നേരിട്ട് കണ്ടപ്പോ ബാപ്പച്ചിക്ക് ചെറിയൊരു പേടി തട്ടി. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്നൊരു സംശയം. നൂറാകെ പേടിക്കും. അത് പിന്നെ ബാപ്പച്ചി ഇക്കവറിയും ഞാൻ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞാനൊരു പുരോഗമനവാദിയൊന്നുമല്ല. സ്വന്തക്കാരെയും ബന്ധുക്കാരെയും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. നിനക്ക് ഫ്രണ്ടിൽ കൂടുതലായി എന്തെങ്കിലും ഒരു ഇഷ്ടം ആ പയ്യനോടുണ്ടെങ്കിൽ അതിന് ബാപ്പച്ചിക്ക് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഇതൊക്കെ അനൂപും പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നൂറിനും വിഷമാവാണേ. ഒപ്പം പറയും കാരണം അത്രയൊരു ചട്ടക്കൂടിനകത്താ നമ്മൾ ജീവിക്കുന്നത്. നൂറ് പറയും ബാപ്പച്ചി ഞങ്ങൾ തമ്മില് സുബേർക്ക് പറയും വേണ്ട, നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും. മറിച്ചൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. മോള് വളർന്നു വന്ന സാഹചര്യവും ഈ ചുരുങ്ങിയ കാലം ജീവിച്ച അനുഭവം മാത്രമേ മോൾക്കറിയൂ. ബാപ്പച്ചിക്ക് പക്ഷെ അങ്ങനെയല്ല. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാപ്പച്ചി പറയാ ബാപ്പച്ചിയെ വയ്യാതാക്കി കളയരുത്, തകർത്ത് കളയരുതെന്ന്. ഇത് പറഞ്ഞേ ബാപ്പച്ചി അകത്തേക്ക് പോകുമ്പോ എല്ലാം കേട്ട് അനൂപിനും സങ്കടാവുന്നുണ്ട്. ഒന്നും പറയാതെ പിന്നെ അവിടെ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങാ. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് നൂറ് വന്ന് നോക്കുന്നത്. അനൂപ് പോകുന്നത് കാണുമ്പോ വല്ലാത്ത സങ്കടാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാഘവേട്ടനെയാണ്. ഭാമ രാഘവേട്ടനോട് അങ്ങനെയൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞതിന് സോറി പറയണേ. രാഘവേട്ടൻ പറയും നിന്റെ സ്വഭാവം എനിക്കറിയാലോ, പക്ഷെ ചിലതൊക്കെ എന്റെ ഉള്ളിൽ തട്ടി വല്ലാത്ത വേദനയുണ്ട്. ഭാമ പറയും അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറ്റിയതല്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ലേ. അതെല്ലാം ആ പൈസ കൊണ്ടാ. എന്നാലും പിന്നെ ആ പണം എങ്ങോട്ട് പോയി? ശരിക്കും ആലോചിച്ച് നോക്കിയേ. അത് രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിച്ചോ? രാഘവേട്ടൻ പറയും ഭാമ എന്റെ കയ്യിൽ തരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാനത് എവിടെ വെച്ചു എന്നുള്ള കാര്യത്തില് മൊത്തത്തിലൊരു ഇരുട്ടാണ് ഭാമയെ മുന്നില്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പോഴേക്കും പൊന്നി പുറത്തോടിയോ പോയി അങ്ങോട്ട് വരികയാണേ. ഭാമ പറയും വിഷ്ണു പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല, നമ്മളാരും പുറത്തേക്കും പോയിട്ടില്ല, പിന്നെ അത് എവിടെ പോയി? അപ്പൊ പൊന്നി പറയും ശാന്തേച്ചി 2 ദിവസമായിട്ട് എന്തോ ഫീസ് അടയ്ക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ചോദിച്ചപ്പോഴും കാശ് റെഡി ആയിട്ടില്ലെന്നാ പറഞ്ഞത്. ഇന്നിപ്പോ അതിന്റെ കാര്യത്തിനായിട്ടാൻ തോന്നണോ എങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ വരെ ഉണ്ടാവാത്ത കാശ് ഇന്ന് എത്ര പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി സത്യമേ? ഭാമയ്ക്ക് ദേഷ്യം വരും. അങ്ങനെയാണെങ്കിൽ ശാന്ത തന്നെയായിരിക്കും ആ കാശ് എടുത്തിട്ടുണ്ടാവുക. രാഘവേട്ടൻ പറയും ഇല്ല ഭാമയെ, വ്യക്തമായ കാരണം തെളിവില്ലാതെ ഒരാൾക്ക് നേരെ ആരോപണം ഉന്നയിക്കരുത്. അവർ നിരപരാധിയാണെങ്കിൽ അവരുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കും. ഭാമറിയും ശാന്തയുടെ ബാഗ് ഇവിടെയല്ലേ, അത് പരിശോധിക്കേ. എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവ് അതിൽ കാണാതിരിക്കില്ല. അത് കേട്ടപാടെ പൊന്നി അത് പരിശോധിക്കാനായിട്ട് പോവാണേ. ഭാമയും പിന്നാലെ പോകുന്നുണ്ട്. ശേഷം അവർ രണ്ടുപേരും കൂടെ ബാഗ് മുഴുവൻ അരിച്ചു പിറക്കണേ. ഈ കാഴ്ച കണ്ടായിരിക്കും ശാന്തേച്ചി വരുന്നത്. ശാന്തേച്ചിക്ക് വല്ലാത്ത സങ്കടക്കാവും. ഇതിലൊന്നും കാണുന്നില്ലല്ലോ ശാരദാമേ എന്ന് പൊന്നി പറഞ്ഞിങ്ങനെ തിരിയുമ്പോഴായിരിക്കും ശാന്തേച്ചി വരുന്നത് കാണുന്നത്. പെട്ടെന്ന് കാണുമ്പോ പൊന്നിയും ഭാമയും ഞെട്ടും. എന്താ സത്യമേ ബാഗ് പരിശോധിക്കുന്നത്? അത് പിന്നെ ഞങ്ങള് ശാന്തേച്ചി പറയും ഇത് എന്നോട് വേണ്ടായിരുന്നു. ഭാമറിയും പൊന്നിയുടെ ബാഗും പരിശോധിക്കുന്നുണ്ട്. പണം ഏത് വഴിയാ പോയതെന്ന് നമുക്കറിയണ്ടേ. ശാന്തേച്ചി വയ്ക്കും അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കളിയാക്കാൻ ശ്രമിക്കുകയാണോ? ഭാമറിയും ശാന്തേ നീ എടുത്തുന്നല്ല പറഞ്ഞത്, ഒരു സംശയം അത്രേ ഉള്ളൂ. ശാന്തേച്ചിക്ക് സഹിക്കുന്നില്ല. മനസ്സിലായി, എല്ലാവരും മനസ്സിലായി. ചെറുപ്പം മുതലേ പണിയെടുത്ത ഞങ്ങൾ ജീവിച്ചത്. അന്യന്റെ മുതലേ ഇതുവരെ ആഗ്രഹിച്ചിട്ടുമില്ല. അന്യന്റെ പണം കൊണ്ട് കൊട്ടാരം പണിയണമൊന്നുമില്ല. അന്നന്ന് കഴിയുന്നത് കൊണ്ട് ജീവിക്കും. അല്ലാണ്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലേ അടുക്കളപ്പണിയായിട്ട് എനിക്ക് നടക്കേണ്ടിയില്ലായിരുന്നു. രാഘവേട്ടനും എല്ലാം കേട്ട് അവിടെ മാറി നിൽക്കുന്നുണ്ട്. അല്ല ശാന്ത, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ ശാന്ത പറയും മോശമായിപ്പോയി സത്യമേ, മോശമായിപ്പോയി. നല്ല മനസ്സുള്ളവർക്കൊന്നും നിങ്ങളോടൊപ്പം നിൽക്കാനാവില്ല. കാരണം നിങ്ങൾക്കെല്ലാം വല്ലാത്ത ദുഷ്ട മനസ്സാണ്. ഒരാൾക്കും നിങ്ങളോടൊപ്പം ഒത്തുപോകാൻ കഴിയില്ല. വെറുതെ അല്ല എല്ലാം നഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലായത്. മനസ്സ് നന്നോണം. മനസ്സ് ദാ ഇതിലൊന്നുമില്ല കണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് പോകാൻ തുടങ്ങും. പിന്നെ ഇനിയും സംശയം ഉണ്ടെങ്കിലേ കേസ് കൊടുക്കും. പോലീസുകാർ വരട്ടെ, അവരൊന്ന് സത്യം തെളിയിക്കട്ടെ. അതുവരെ നിങ്ങൾക്ക് സമാധാനിക്കാനായി ഇതാ ഇതെന്റെ 1.5 പവന്റെ മാല. ഇതിവിടെ ഈടായിട്ടിരിക്കട്ടെ. പണം കിട്ടുമ്പോൾ തിരികെ തന്നാൽ മതി. താലി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കൊലക്കുറ്റം ഇതിന് അന്തസ്സുള്ള കാര്യമാണ്. പക്ഷെ കളവ് അത് വ്യക്തമായ തെളിവുണ്ടെങ്കിലേ പറയാവൂ. അത് ഏതൊരാളുടെയും മനസ്സ് വിഷമിക്കുന്ന ഒന്നാ. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞ് ശാന്തേച്ചി ആ പടിയിറങ്ങാം. ഭാമയ്ക്ക് പാകമല്ലാത്ത കുറ്റബോധം. കാശും പോയി, സഹായിക്കാൻ വന്ന ആളും പോയി. ഇനിയിപ്പോ നാളെന്ത് ചെയ്യും? നാളെയാണ് ഫുഡ് കോമ്പറ്റീഷൻ. ആകെ ഉണ്ടായിരുന്ന പിടിവള്ളിയാ ദാപ്പ ഇറങ്ങിപ്പോയത്. രാഘവേട്ടൻ വന്ന് പറയും നമ്മളെ ബാധിച്ചിരിക്കുന്നത് ചെറിയ കഷ്ടകാലമൊന്നുമല്ല, വലിയൊരു മഹാവിപത്ത് തന്നെയാണ്. നന്നായി പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ കൂട്ടത്തോടെ വീണുപോവേ. മൂക്കും കുത്തി വീണുപോവും ഉറപ്പാ. ഭാമയാണെങ്കിൽ ആകെ അസ്വസ്ഥായിട്ട് നിൽക്കണേ. പൊന്നിയും. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മ ഒറ്റയ്ക്കല്ലേ ഇപ്പോ ഹോട്ടലിലെ ജോലിയൊക്കെ എടുക്കുന്നത്. അപ്പോഴായിരിക്കും ശാലിനി അങ്ങോട്ട് വരുന്നത്. ശാലിനി വന്നൊന്നും അറിയുന്നില്ല. ശാരദാമ്മയാണെങ്കിൽ ഓരോന്ന് പുറത്തോണ്ട് നിൽക്കുക. ഈ മത്സരത്തിൽ നിന്നും ഞാനില്ല, മത്സരിപ്പിച്ചേ അടങ്ങുള്ളൂ. നാളെ രാജിയെ കൊണ്ട് പോ. ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ? എനിക്കറിയില്ല നാളെ എന്തൊക്കെയാവുന്നേ. ശാലിനി കേട്ട് ഇങ്ങനെ ചിരിക്കും. എന്താ ശാരദാമ്മേ
എന്താ എന്ന് വെച്ച് വരുമ്പോ നാളത്തെ മത്സരത്തിന്റെ കാര്യം ആലോചിച്ചാ ശാലിനി പറയും IAS പരീക്ഷ ഒന്നും ഇല്ലല്ലോ. ശാരദ പറയും ഹോ അതായിരുന്നു ഇത്രയ്ക്ക് ടെൻഷൻ വേണ്ടായിരുന്നു, എനിക്ക് കടയിലെ കാര്യം ആലോചിച്ചിട്ട് വരുന്നത് പോലെ വരട്ടെ, രാജിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ, അല്ലാണ്ടപ്പോ ഞാനെന്ത് പറയാനാ. അതൊക്കെ ഇരിക്കട്ടെ, നാളത്തെ അംഗത്തിന് ആരാ തുണ വരുന്നത്? ഉണ്ടായിരുന്ന ആളെ നാടകം കളിച്ച് സത്യാമ്മയുടെ അടുത്തേക്ക് അയച്ചില്ലേ, ഇനിയിപ്പൊ ഞാനേ ഉള്ളൂ. എനിക്കാണെങ്കിൽ പഴയതുപോലെ കറിക്കൂട്ടും ചേരുവകളും ഒന്നും തന്നെ മനസ്സിലാണെങ്കിൽ ഇരിക്കുന്നില്ല, പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരും. ശാരദ പറയും എന്നെ ഇതിലേക്ക് പിടിച്ചിട്ട ആളല്ലേ, എന്റെ ഒപ്പം നാളെ അങ്ങ് വന്നാ മതി, കറിക്കൂട്ടുകൾ ഞാൻ പറഞ്ഞു തന്നാ മതിയല്ലോ, വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. മോളങ്ങനെ മുങ്ങാന്ന് കരുതണ്ട. ശാലിനി പറയും ഞാൻ വന്നോളാം, പക്ഷെ ജയിപ്പിച്ചു തരണം, ഇല്ലെങ്കിൽ കളക്ടർ പങ്കെടുത്ത ടീം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു നാണക്കേട് എനിക്ക്. ശാരദ പറയും അതൊക്കെ നമുക്ക് നോക്കാം. അല്ല മോളെ, അനൂപിന്റെ കാര്യത്തില് നമുക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? ശാലിനി പറയും എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരവും അവന്റെ അമ്മയ്ക്ക് തന്നെയാണ്, നമുക്ക് അതിലൊരു വഴിയില്ല. അമ്മയ്ക്ക് അറിയാലോ നമ്മളെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അനൂപിന്റെ അമ്മ, അതായത് സാക്ഷാൽ രാജേശ്വരി. മകന്റെ കല്യാണക്കാര്യം നമ്മൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലേ അവരിങ്ങ് പറന്നെത്തും, എന്നിട്ട് കുടുംബശ്രീ ശാരദയെ മുൾമുനയിൽ നിർത്തും. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണോ അമ്മേ? ശാരദ പറയും ആ പെൺകൊച്ചിന് അവന് വലിയ കാര്യം, നല്ല സ്നേഹമുള്ള കൊച്ചാ, കാണാനും തിരക്കിടില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, ഇതൊന്നും രാജേശ്വരി സമ്മതിക്കില്ലല്ലോ. ശാലിനി പറയും അത് മാത്രമല്ല വിഷ്ണുവേട്ടനുമായിട്ട് ഈ പെൺകൊച്ചിന്റെ ഒപ്പയ്ക്ക് നല്ല ബന്ധം, അദ്ദേഹമാണ് ഇപ്പൊ വിഷ്ണുവേട്ടനും കുടുംബത്തിനും സഹായമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ബന്ധത്തിന്റെ പേരില് അനൂപ് നമ്മുടെ സ്വന്തം പറയുമ്പോ അവരുടെ ആ ബന്ധത്തിൽ ഒരു വിള്ളല് വരുന്നൊരു പേടി, ഇതിപ്പോ നമ്മളായിട്ടൊരു കുഴപ്പമുണ്ടാക്കി വെക്കണോ അമ്മ? ശാരദ പറയും എന്ന് കരുതി നമുക്ക് അനൂപിനെ തള്ളിക്കളയാൻ പറ്റുമോളെ? ശാലിനി പറയും അത് ശരിയാ, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അതൊരു ബലമായിരുന്നേ. ശാരദ പറയും അനൂപിന് അവന്റെ അമ്മയെക്കാളും കാര്യം അന്ന് എന്നോടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ, കാര്യങ്ങളെല്ലാം നോക്കേണ്ട നിങ്ങളുടെ അച്ഛൻ എല്ലാ ബാധ്യതകളിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുകയും ചെയ്യും. ശാലിനി പറയും എന്തായാലും നമ്മൾ അതിൽ ഇടപെടണ്ട, അവരുടെ കാര്യം നോക്കട്ടെ, പ്രായപൂർത്തിയായവരല്ലേ, അവരെ സംരക്ഷിക്കാൻ നിയമമുണ്ട്, അവരാ വഴിക്ക് പോട്ടെ, നമുക്കിവിടെ കാഴ്ചക്കാരായി നിൽക്കാം, അതാ നമുക്ക് നല്ലത്. എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ ഉണ്ടാവും ശാന്തേച്ചി അങ്ങോട്ട് വരുന്നത്. ശാന്തേച്ചി കയറി വന്നതും ശാരദാമ്മേ ഞാൻ എത്ര വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു, ശാരദാമ്മയുടെ അനുവാദം ഇല്ലാതെ ഒരു മുട്ടുസൂചിയെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ? ശാലിനിക്കും ശാരദാമ്മയ്ക്കും മനസ്സിലാവുന്നില്ല എന്താ ശാന്ത ഉണ്ടായത്. ശാന്തേച്ചി പറയും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ശാരദാമ്മേ. ശാലിനിയും ചോദിക്കും എന്താ ഉണ്ടായേ? എന്റെ മോളെ അവിടുന്ന് കുറച്ച് കാശ് കാണാതായി പോയി, അത് എത്രയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇപ്പൊ പറയുന്നത് ആ കാശ് ഞാനാ എടുത്തതെന്ന്. അങ്ങനെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. ശാലിനി പറയും എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതായിരിക്കും, സത്യമല്ലേ ആള്, ആ പൈസ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. അപ്പൊ ഞാൻ അനുഭവിച്ച നാണക്കേടിനും മാനസിക ബുദ്ധിമുട്ടിനും ആര് സമാധാനം പറയും മോളെ? അല്ല ശാന്തേ എന്നിട്ടിപ്പോ നീ എന്ത് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ ഇനി അങ്ങോട്ടില്ലെന്ന് പറഞ്ഞാ ശാരദാമ്മയെ പോകുന്നത്, എനിക്ക് വയ്യ ആ നാണക്കേട് സഹിച്ചു നിൽക്കുക. ശാരദ പറയും അപ്പോ സത്യം ഒറ്റയ്ക്കാവില്ലേ നാളത്തെ മത്സരത്തിന്? ശാന്ത കൂടെ പോന്നാ പിന്നെ അവിടെ ആരാ ഉള്ളത്? ശാന്തേച്ചി പറയും ഞാൻ ഇവിടെ നിന്നോളാം ശാരദാമ്മയെ, ഞാൻ ഇവിടെ നിന്നോളാം, അവരെന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞേ ശാന്തേച്ചി അവിടെ ഇരിക്കും. ശാരദാമ്മ ശാലിനിയെ നോക്കുമ്പോ ശാലിനി ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കണേ. അല്ല മോളെ ഇനി മത്സരം? ശാന്തേച്ചി പറയും ഞാൻ എന്തായാലും അങ്ങോട്ടില്ല, എന്നെ നിർബന്ധിക്കണ്ട. ശാലിനി പറയും ശാന്തേച്ചിയുടെ ധൈര്യത്തിലാ സത്യം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലും, ആ ബലാണ് ഇപ്പോ നഷ്ടമായിരിക്കുന്നത്. ശാരദാമ്മ പറയും അവർക്കെന്തോ ഇപ്പൊ കഷ്ടകാല, ഇല്ലെങ്കിൽ അവസാന നിമിഷം അവരിങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവരുടെ. ശേഷം പിന്നീട് രാത്രിയിലെ പൊന്നി സത്യമ്മയുടെ വീട്ടിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോ പറയും നിനക്കുള്ള കൂലി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. പൊന്നി പറയും കുഴപ്പമില്ല. അല്ല സത്യമേ നാളത്തെ ഫുഡ് കോമ്പറ്റീഷൻ ഭാമറിയും ശാന്ത കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് പോയിട്ട് കാര്യമുണ്ടോ? വെറുതെ പോയി നാണക്കേട് വിളിച്ചു വരുത്തണോ? രാഘവേട്ടൻ പറയും പോണ്ടെന്നേ ഞാൻ പറയും, കാരണം കഷ്ടകാല കടല്ല നമ്മളിപ്പോ നിൽക്കുന്നത്, അവിടെ കയറാൻ പറ്റാത്ത വിധം പെട്ടുപോയിരിക്കുക. ഈ അവസ്ഥയില് മറ്റൊരു പരാജയം കൂടെ തലയിൽ ഏൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഒരു ഓട്ടോ അങ്ങോട്ട് വരുന്നത്. നോക്കുമ്പോ പിള്ളച്ചേട്ടനാ. പൊന്നി ഒന്നിങ്ങോട്ട് വന്നേ, ഈ സാധനം ഒന്ന് ഇറക്കി വെക്കാൻ സഹായിക്കേ. ഇത് കേൾക്കുമ്പോ അവര് 3 പേരും ഞെട്ടി നോക്കി നിൽക്കുക. പൈസ ഇല്ലാതെ പിള്ളച്ചേട്ടൻ ഇതെല്ലാം ഇവിടുന്ന് എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിലാണ് അവര്. അങ്ങനെ പൊന്നി പോയി സഹായിക്കും. ദാ ട്യൂഷൻ സെന്ററിലേക്കുള്ള സാധനങ്ങൾക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്, ഒരാഴ്ചത്തേക്ക് കൂടുതലുണ്ടാവും. അങ്ങനെ എല്ലാം ഇറക്കി വെച്ച് ഓട്ടോക്കാരനെ പറഞ്ഞു വെച്ച് പിള്ളച്ചേട്ടൻ അങ്ങോട്ട് വരും. നാളെയല്ലേ മത്സരം, നമുക്ക് ഫസ്റ്റ് അടിക്കാം. അല്ല പിള്ളേ ഈ സാധനം വാങ്ങിക്കാ എവിടുന്നാ കാശ് കിട്ടിയത്? പിള്ള പറയും കാശ് സാറല്ലേ തന്നത്, 25,000 രൂപ ബാക്കി ഇതാ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്ക. ഇത്രയും പൈസ എന്തിനാന്ന് ചോദിച്ചപ്പോ സാധനം വാങ്ങിച്ചിട്ട് ബാക്കി കൊണ്ടു തന്നാ മതി എന്നല്ലേ സാറ് പറഞ്ഞത്. ഇത് കേട്ട് രാഘവേട്ടനെ ഇപ്പോഴാണ് എല്ലാം മനസ്സിലാവുന്നത്. എന്നാലും അതൊന്നും ഓർമ്മയിലില്ല. ഭാമ ദേഷ്യപ്പെടും. അപ്പൊ ആ കാശ് രാഘവേട്ടൻ പിള്ളയ്ക്കാണോ കൊടുത്തത്? അതെന്താ രാഘവേട്ട പറയേണ്ടിരുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? എന്താ പൊന്നി ഉണ്ടായത് എന്ന് പിള്ളച്ചേട്ടൻ ചോദിക്കുമ്പോ പൊന്നി ഒന്നും പറയുന്നില്ല. ഭാമ വീണ്ടും രാഘവേട്ടനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ പിള്ളയ്ക്കാണോ പൈസ എടുത്തു കൊടുത്തത്? എടോ ഞാൻ തനിക്കാണോ പൈസ തന്നത്? പിന്നല്ലാതെ. അല്ല എന്താ ഇവിടുത്തെ പ്രശ്നം? അങ്ങനെ പിള്ള ചോദിക്കുമ്പോ ഭാമ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയണേ. അയ്യോ ശാന്ത പോയോ? ഭാമ നമ്മൾ ഈ ഓർഡർ എല്ലാം പിടിച്ചു വെച്ചതും നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞതെല്ലാം ശാന്തയുടെ ബലത്തിൽ. ഇനിയിപ്പോ പിള്ളച്ചേട്ടൻ പറയും ഇനിയിപ്പോ എന്ത് ചെയ്യും, കഷ്ടമായല്ലോ. ഭാമയെ അത് തന്നെ ചോദിക്കും. ശാന്ത പിണങ്ങി പോയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും പിള്ളേ? ശാന്ത ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു കാര്യമില്ല. പങ്കെടുത്ത് ജയിച്ചിട്ടില്ലെങ്കിൽ രാഘവേട്ടൻ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേറെ മാർഗവുമില്ല. ശാന്തയെ തിരികെ കൊണ്ടുവരാൻ എന്താ പിള്ളേർ വഴി? ഒരു വഴിയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാൾക്കേ കഴിയും.
എന്നിങ്ങനെ പറയുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. ഒരുപക്ഷെ ശാരദാമ്മയുടെയോ അല്ലെങ്കിൽ ശാലിനിയുടെയോ പേരായിരിക്കാം പിള്ളച്ചേട്ടൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഫുഡ് കോമ്പറ്റീഷനില് ഇവരെല്ലാവരും പോകുന്നുണ്ട്. ശാരദാമ്മയും പൊന്നിയും ശാന്തയും ശാരദാമ്മയും ശാലിനിയും ഭാമയും എല്ലാവരും അവിടെയാണെങ്കിൽ ഭയങ്കര വലിയൊരു യുദ്ധം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഒരു സ്ഥലത്ത് രക്ഷകനായി വിഷ്ണുവും മറ്റൊരു സ്ഥലത്ത് രക്ഷകനായിട്ട് അനൂപുമാണ് എത്തുന്നത്. എന്തായാലും ബോസിനും സുസ്മിതയ്ക്കുള്ള പണി ചെറുതായിട്ട് ഇവരിങ്ങനെ കൊടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് രേഖപ്പെടുത്തുക. താങ്ക്